എൻ്റെ ചങ്കുകളെ, ഞാൻ നിങ്ങളോട് ഏറ്റവും വലിയൊരു സത്യം ഞാൻ പറയാം. ഒരു വാഹനം നിരത്തിലോട്ട് ഇറക്കുന്ന സമയത്ത് നമ്മൾ ഓടിക്കുന്ന ആൾക്കാർ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു തരത്തിലും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവരുത്. ആരെയും തന്നെ നമ്മൾ മനസ്സുകൊണ്ട് പോലും, പ്രത്യക്ഷത്തിലല്ല എങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് പോലും ഡ്രൈവിങ്ങിൽ ഒരു ചീത്ത വിളിക്കാൻ പാടില്ല എന്നുള്ളൊരു മനഃപ്രാപ്തി കൊണ്ട് തന്നെയാണ് ഭൂരിപക്ഷ ആൾക്കാരും റോഡിലോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ പലതും പറയേണ്ടതായിട്ടുള്ള അവസ്ഥകൾ സത്യം പറഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് ഉണ്ടാകുന്നതാണ്. അതുണ്ടാക്കുന്ന മെയിനായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. മെയിനായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റാൻഡിൽ വെച്ച് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്. എന്താണ് പറയുക, നമ്മുടെ നാട്ടിലെ നായകന്മാർ. ഇവർ തന്നെയാണ് മെയിനായിട്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്ത പല സംഭവങ്ങളുടെ ഉപയോഗം പോലും, ഏത് ഉപകരണത്തിൻ്റെ ഉപയോഗം, ലൈറ്റിൻ്റെതായാലും ഇൻഡിക്കേറ്ററിൻ്റെതായാലും അതിൻ്റെ വ്യക്തമായ രീതിയിലുള്ള ഉപയോഗം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഇവരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കാൻ വരും. പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് വിളിച്ചു പറയാൻ പറ്റും. ഇതാ കണ്ടോ, ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം വളരെ ചെറിയൊരു റോഡാണ്. ആ റോഡിൻ്റെ അകത്ത് വരുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്തോ അവർ ആ റോഡ് പൈസ കൊടുത്ത് വാങ്ങിയ പോലുള്ളൊരു വരവാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആരും പോകുന്നു വേണ്ടത്. ഈ റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ. ഇവിടെ എങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റും? ആ ദൂരെ നിൽക്കുന്ന അവരുടെ മര്യാദ കണ്ടോ നിങ്ങൾ? ഈ ഒരു വാഹനക്കാരുടെ മര്യാദ കണ്ടോ? അവർ കൃത്യമായ രീതിയിൽ ഒതുക്കി അവിടെ വെച്ചിട്ടുണ്ട്. കാരണം അവർക്കറിയാം എല്ലാവരും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം. ഇത്തരത്തിൽ ചിന്തിക്കാൻ ഓട്ടോക്കാർക്ക് എന്താ പറ്റായിട്ടാണോ? അല്ല, അവർക്ക് സൗകര്യമില്ലായിട്ട് തന്നെയല്ലേ? അപ്പോൾ ആരാണ് ഇവിടെ പ്രശ്നക്കാർ? ഇവർ തന്നെയാണ് മെയിനായിട്ട് റോട്ടിൽ വില്ലന്മാർ. ബസ്സുകാർ കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ള വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഇവരാണ്. ചോദിക്കുമ്പോൾ പറയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചാവാൻ വേണ്ടിയിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാരുടെ നെഞ്ചത്തോട്ട കയറ്റിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അവരുടെ നെഞ്ഞത്തിട്ട് താണ്ടവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഏതാണ്ട് ജീവിക്കാൻ പോകുന്നത്. ഈ മണ്ടന്മാർക്ക് തന്നെ സത്യം പറഞ്ഞാൽ അറിയാം നമ്മുടെ നാട്ടിലുള്ള റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. കേരളത്തിൻ്റെ റോഡ്, ഈ ഒരു റോഡ്, ഇത് നമ്മുടെ കാനൂർ സ്പിന്നിങ് ആണ്, കക്കാട് സ്പിന്നിങ്ങിൻ്റെ ഈ ഒരു റോഡാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്പിന്നിങ്ങിലേക്ക് പോകുന്ന റോഡ്. ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷം മുന്നേ ഞാൻ കണ്ട അതേ റോഡ് തന്നെയാണ്. ഇപ്പോഴും ഇതുപോലെ തന്നെയുണ്ട്. എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് ഭൂരിപക്ഷവും നമ്മളിപ്പം ഓട്ടോ തൊഴിലാളികളെയോ അല്ലെങ്കിൽ ബസ്സുകാരെയോ ഒന്നും നമ്മൾ പരാമർശിക്കുന്നതൊന്നുമല്ല. കൃത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇതുപോലെ കുളങ്ങളായിട്ടുള്ള റോഡുകളാണ്. കണ്ടില്ലേ നമ്മൾ? ഈ കുളങ്ങളായിട്ടുള്ള റോഡുകളിലും അവർ വരുന്ന സ്പീഡും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്പീഡുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാസഞ്ചേഴ്സിനെ കൃത്യസമയത്ത് എത്തിക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാസഞ്ചേഴ്സിനെ ഇറക്കി കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ അനദർ ഒരു ട്രിപ്പ് എടുക്കാൻ നിങ്ങൾക്ക് പോകണമെങ്കിലോ പൊതുജനങ്ങളുടെ ജീവിതം വെച്ചിട്ടല്ല നിങ്ങൾ കളിക്കേണ്ടത്. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. തിരക്കില്ലാത്ത ആരുമില്ല ഈ ലോകത്ത്. തിരക്കുണ്ടാകുമ്പോൾ എന്ത് വേണം? നമ്മൾ റോഡും കൂടെ നമ്മൾ പരിഗണിക്കണം. നമ്മുടെ തിരക്ക് മാത്രം ചിലവാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇത് പല ആൾക്കാർക്കും അറിയില്ല. ഇപ്പം കയറി പോകുന്ന വെള്ളരിപ്രാവിനെ കണ്ടോ? ഈ ഒരു വെള്ളരിപ്രാവ് അറിയാം ഗട്ടറാണ്, നമ്മൾ വാഹനം പതിയെ പോവുള്ളൂ. കാരണം സ്പീഡിൽ എടുക്കാൻ പറ്റില്ല, കാറിൻ്റെ അടി ഉറപ്പായിട്ടും അടിക്കൂ. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആ വെള്ളരിപ്രാവ് നൈസായിട്ട് കയറി പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവരെ പോലുള്ള പല ആൾക്കാരുമാണ്. അപ്പം ഇങ്ങനെ ഓൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളൊന്ന് നൈസായിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് പറ്റുകയാണെങ്കിൽ കുറച്ച് സൈഡ് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ കയറി പോയിക്കോളും. നമ്മൾ ഗ്യാപ്പ് കൊടുത്താലും വെറുതെ ടോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ ഇതുപോലൊരു ജംഗ്ഷനിൽ നമ്മൾ ചവിട്ടി നിർത്തുമ്പോൾ നമുക്ക് ഏത് വശത്താണ് പോകേണ്ടതെന്ന് ആദ്യം നമ്മൾ തീരുമാനിച്ചതിന് ശേഷം ആ വശത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ കൃത്യമായി നമ്മൾ ഇടുക. ഇപ്പോൾ എനിക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്, ഞാൻ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. ഞാൻ വാഹനം കൃത്യമായ രീതിയിൽ ഞാൻ മെയിൻ റോഡിലോട്ടൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ റോഡിലാണെങ്കിൽ തന്നെ നമ്മുടെ പിറകിലൊരു വാഹനം ഉണ്ട്, നമുക്കിപ്പോൾ സൈഡ് കൊടുക്കണമെങ്കിൽ അതിന് നമുക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. നമ്മൾ നൈസായിട്ട് ലെഫ്റ്റിലോട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒതുക്കി കഴിഞ്ഞാൽ അവർ കൃത്യമായ രീതിയിൽ കയറിപ്പോയിക്കോളും. ഇപ്പോൾ ഇവിടെ 2 റോഡുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം ഇൻഡിക്കേറ്റർ. കാരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് മറ്റുള്ള വാഹനങ്ങൾക്ക് കൊടുക്കണം. ചിലപ്പോൾ ഇടിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ആ ഒരു കാരണം പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ റോഡിൽ തന്നെ നമ്മൾ ചിലപ്പം വേറൊരു വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ മുന്നിലൊരു വാഹനമുണ്ട്, ഇത് കണ്ടോ, ഇതൊക്കെ മെയിൻ തെറ്റാണ്. കാണിച്ചത് മെയിൻ തെറ്റാണ്. കാരണം നമ്മുടെ വണ്ടി നല്ല സ്പീഡിലാണ് വരുന്നത്. അവൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, പക്ഷേ വേറെ ഒന്നും നോക്കിയില്ല, ഒരൊറ്റ കയറ്റാണ് അങ്ങോട്ട് കയറിയത്. ഇതുപോലുള്ള വണ്ടിക്കാരാണ് സത്യം പറഞ്ഞ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ.
അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം, ഇവരെ പോലുള്ള ആൾക്കാരെ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം റോഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും തന്നെ എന്താ പറയുക, കംപ്ലീറ്റ് നിങ്ങൾ അലേർട്ട് ആയിരിക്കണം റോഡിൽ ഇറങ്ങുന്ന സമയത്ത്. കാരണം ഏത് ദിശയിൽ നിന്ന് വേണമെങ്കിലും വാഹനം വന്ന് നിങ്ങളുടെ വണ്ടിക്ക് ഇടിക്കാം, അല്ലെങ്കിൽ ഇടിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടാവും. ഇതാ അടുത്തത് കണ്ടോ, അതായത് ആ വളവിലെത്തുന്ന സമയത്താണ് അവൻ ഇൻഡിക്കേറ്റർ ഇട്ടത്, എന്നിട്ട് ബ്രേക്ക് ചെയ്ത് കളിക്കുകയാണ്. അവന് തന്നെ അറിയില്ല അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. അതായത് അവൻ വൈപ്പർ ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അവൻ വൈപ്പർ ഇടുന്നുണ്ട് കൃത്യമായ രീതിയിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ്റെ വിൻഡ് സ്ക്രീൻ അടക്കം അവന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം നിർത്തിയിട്ട വാഹനം വിൻഡ് സ്ക്രീന് ക്ലിയർ ആയതിനു ശേഷം എടുക്കാൻ പാടുള്ളൂ. ആ ഒരു മര്യാദ പോലും അവനില്ല. അവിടെ എവിടെയോ നിർത്തിയിട്ട് പെട്ടെന്ന് എടുത്തിട്ട് വന്നതാണ്. ഇതാ ഇപ്പോൾ ഇവൻ കളിച്ചു കൂട്ടുന്ന കളി കണ്ടോ നിങ്ങൾ, ഇതാണ്ടോ, ഇൻഡിക്കേറ്ററും ഇല്ല, ഒരു തേങ്ങാ പുണ്ണാക്കും ഇല്ല. ഇതാണ് നമ്മുടെ താണ റോഡ്. താണ റോഡിലെ മെയിൻ ജംഗ്ഷനാണ്. ഇവിടെ അടുത്തൊരു സിവിൽ, അതായത് നമ്മുടെ അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ തൊണ്ട നനയ്ക്കുന്ന സംഭവമുണ്ട് ഇവിടെ, സിവിൽ ബിവറേജ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരു വെളിവും ഉണ്ടാവില്ല. മാന്യമായിട്ടുള്ള ആൾക്കാരുണ്ട് കേട്ടോ, അവരെയല്ല കേട്ടോ, ഏത് രീതിയിലും മാന്യത കൈവരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് കാണുന്നത് ഈ CITUവിൻ്റെ ആൾക്കാർ ഇറക്കുന്നതാണ് ഈ സിവിൽ കേട്ടോ, നമ്മുടെ ബിവറേജാണ് അവിടെ. അപ്പം ഈ പരിസരം എപ്പോഴും സൂക്ഷിക്കണം കണ്ടോ. നമ്മുടെ റോഡിലൊരു സ്ഥലം പോലും ഇല്ല. ഇത്രയും റോഡുണ്ടെങ്കിലും ആ റോഡ് നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ ലൈറ്റ് പാസിങ് ചെയ്ത് കയറി വരുന്നുമുണ്ട്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ കണ്ടോ. റോഡ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. വാഹനങ്ങൾ വരുന്ന കണ്ടോ, നമുക്കിപ്പോൾ ഇത്രയും സ്ഥലമേ ഉള്ളൂ കണ്ടോ നിങ്ങൾ. ഇവിടെ ഒരു പോസ്റ്റും കൂടെ ഉണ്ട്, നമ്മളെങ്ങനെ വാഹനം എടുക്കും? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതുപോലുള്ള വെള്ളരിപ്രാവുകളെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുകയും വേണം. 2 വീലറുകാർ ചെറിയ വാഹനമാണ് എന്ന് കരുതി എങ്ങനെയും വരാമെന്നുള്ളൊരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പോകണമെങ്കിൽ നമ്മൾ വലിയ രീതിക്കുള്ള ബുദ്ധിമുട്ട് തന്നെയുണ്ട്. കണ്ടോ നിങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവും. ഇതാണ് റോഡിലെ അവസ്ഥ. സത്യം പറഞ്ഞാൽ ആ വാഹനം വന്ന വരവ് കൃത്യമായി നിങ്ങൾ കണ്ടില്ലേ. നമ്മുടെ റോഡിലുള്ള അവസ്ഥ ഇതാണ്. എന്ത് പറഞ്ഞാലും 2 വീലർ ഓടിക്കുന്ന ആൾക്കാരുടെ മെക്കെട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ബാക്കിയുള്ള ആൾക്കാരാണ് കുറ്റം. ഇപ്പോൾ ഒരു കാറും 2 വീലറും ആക്സിഡൻ്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി കാറിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. ഞാൻ പറയുന്നത് കാർ ഓടിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ വീഡിയോയിൽ തന്നെ ഞാൻ കാറിൻ്റെ കാര്യം കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത ആൾക്കാർ ഓടിക്കുന്ന വാഹനം ഏതായാലും അത് അതുപോലെ തന്നെ ഉണ്ടാവും കൃത്യമായിട്ട്. ഇതും ഒരു ജംഗ്ഷനാണ്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, വളരെ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യം. അതായത് നമ്മുടെ കക്കാട് റോഡിൽ നിന്ന് നമ്മുടെ തെക്കി സൗത്ത് ബസാറിലേക്ക് കയറുന്നൊരു ഭാഗമാണ്. ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. എൻ്റെ അമ്മോ ഷ്യൂ, എൻ്റെ ഗായ്സ് ഇത് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥ കണ്ടില്ലേ. അതായത് ഞാൻ തുടക്കത്തിൽ ഈ ഇവന്മാരെ പറ്റി പറഞ്ഞത് നിങ്ങളിപ്പോൾ വ്യക്തമായി നിങ്ങൾ കണ്ടു റോഡിൽ എന്താണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് അവൻ്റെ പോക്ക് കണ്ടോ, യാതൊരുവിധ കൂസലും ഇല്ലാതെ. ഞാനൊരു പാവത്താൻ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മര്യാദക്കാരനാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നിർത്തി, അവൻ പാർക്കിങ്ങിൽ ഒരാളെ ഇറക്കിയതിന് ശേഷം റൈറ്റിലോട്ട് കയറുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടണമെന്നുള്ള സാമാന്യ ബോധം പോലും ഈ ചെറ്റയ്ക്കില്ല. ഈ പോകുന്ന ചെറ്റയെ കണ്ടോ, പരമ ചെറ്റ. ആ ചെറ്റയ്ക്ക് സാമാന്യ ഒരു ബോധം പോലും ഇല്ല. ഇവനെ പോലുള്ള ആൾക്കാരാണ് റോഡിൽ വാഹനമായിട്ട് ഇറങ്ങുന്നത്. ഇവരെയാണ് നമ്മൾ കുറ്റം പറയുന്നുള്ളൂ. നമ്മൾ ഒരാൾക്കാരെയും പോസിറ്റീവായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെയും നമ്മൾ കുറ്റം പറയുന്നില്ല. ഇവനെപ്പോലുള്ള 100% ചെറ്റകളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ അവിടെ ഞാനൊന്ന് ഇരുത്തി ചവിട്ടിയില്ല എങ്കിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും. കുറച്ച് സമയം വണ്ടികൾ ബ്ലോക്കാവും, എൻ്റെയോ അവൻ്റെയോ സമയം നഷ്ടപ്പെടും. എന്താണല്ലേ, കഷ്ടം തന്നെ. ഇവനെപ്പോലുള്ള ആൾക്കാർ എങ്ങോട്ടാമോ ഇങ്ങനെ പായുന്നത്, എങ്ങോട്ടാ ഇങ്ങനെ പാഞ്ഞിട്ട് ഇവൻ എവിടെ എത്താനാ? പരക്കം പാച്ചലാ, എവിടെയും അവൻ എത്താൻ പോകുന്നില്ല. അവൻ്റെ അമ്മായിയുടെ നൂലുകെട്ടിനാവട്ടെ പോകുന്ന പോലെയാണ് അവൻ പോകുന്നത്. ഒന്നും പറയണ്ടെന്ന് വിചാരിക്കും സത്യം പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ ആയാൽ. പക്ഷേ പറഞ്ഞു പോകും ഗൈസ്. ഇത് ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഗ്രീൻ ലൈറ്റ് ഓണായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള പോലും മൈൻഡിലില്ല. നമ്മളെങ്ങോട്ടാണ് പോകേണ്ടത്, ആ ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടണം, അതുപോലും അറിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ റോഡിൽ നമ്മളിങ്ങനെ ടേൺ അടിച്ചാണ് പോകേണ്ടത്. ഈ ടേൺ ഇവൻ പോകുന്നുണ്ടോ, നേരെയാണ് കണ്ടോ. ഒരു മണ്ടനെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആൾക്കാർ പോകുന്ന സമയം അവൻ നഷ്ടപ്പെടുത്തി. അടുത്തത് ഇവനൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ഈ പറഞ്ഞ അവന് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയില്ല. അത്
നമ്മളൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇനി തിരിക്കണമെങ്കിലോ വളയ്ക്കണമെങ്കിലോ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇത് നമ്മുടെ കണ്ണൂരിൽ ഇവിടെ ഇപ്പോൾ 24 hours പ്രവർത്തിക്കുന്ന ഒരു പമ്പാണ്. ആ ചേട്ടൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. നമ്മളധികം പ്രീമിയമാണ് അടിക്കാറ്, അതുകൊണ്ടാണ് ഇവിടെ നിർത്താൻ പോയത്. പക്ഷേ ഒരുപാട് വാഹനമുണ്ട്, അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇപ്പുറം റൈറ്റ് സൈഡിലെടുത്ത് നമ്മൾ അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് പെട്രോൾ ഡൗൺ ആണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, 4 വീലറൊക്കെ ആണെങ്കിൽ നിങ്ങൾ പെട്രോൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ സഡൻലി ഒരുപാട് സമയം ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പെട്രോളൊക്കെ തീർന്ന് പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള പെട്രോൾ നിങ്ങൾ അടിച്ച് കീപ്പ് ചെയ്യുക കേട്ടോ വാഹനത്തിൽ. അല്ലെങ്കിൽ നമുക്ക് മുട്ടം പണി വരും. കാരണം ഇവിടെയൊക്കെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നതാണ് ജ്യൂസ് കോർണർ. ഇവിടെ ഒരു കോക്ടെയിൽ ഒരു ഷോപ്പും ഉണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ധാരാളം ആൾക്കാർ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ റോഡ് എപ്പോഴും കംപ്ലീറ്റ്ലി തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കൃത്യമായിട്ട് എടുക്കണം. നമുക്കിപ്പോൾ റൈറ്റിലോട്ടാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റൈറ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ഹോണൊക്കെ അടിച്ച് എല്ലാ വണ്ടിക്കും നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കയറാൻ. നമ്മൾ ഇങ്ങനെയൊക്കെ നിയമം പാലിച്ചാൽ പോലും ഉടായ്പ കൊണ്ട് കളിച്ച് വരുന്ന അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള തലക്ക് വെളിവില്ലാത്ത ഓരോരുത്തന്മാർ കൊണ്ടുവന്ന് നമുക്ക് അടിച്ചു തരാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ. റോഡിൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ഡ്രൈവിംഗ് പഠിച്ചതിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ മാത്രം ട്രാഫിക് നിയമം പാലിച്ചത് കൊണ്ടോ ഇവിടെ ഒന്നും തന്നെ അല്ലെങ്കിൽ ഒന്നും തന്നെ നമുക്ക് പറ്റില്ല. എല്ലാവരും ഒരുപോലെ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബസ്സുകാർ ഇതുപോലുള്ള കോഴിക്കോടൻ ബസ്സുകാർ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹെവി റൂട്ടിലോടുന്ന ഇരിട്ടി പയ്യന്നൂരൊക്കെ പോകുന്ന ബസ്സുകാരുടെയും ഒരു ധാരണ അത് തന്നെയാണ്. റോഡും നമ്മുടേത്, ബസ്സും നമ്മുടേത് എന്നുള്ളൊരു ധാരണയാണ്. ഇവനെയൊക്കെ പറയാൻ നമുക്കൊന്നും പറ്റൂല. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ നാട് നന്നാക്കാൻ ഇറങ്ങുന്ന ആൾക്കാരായി പോവും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പ്രയോഗങ്ങളും ഉണ്ട് പല ആൾക്കാർക്കും. ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്കാണെന്ന് പോലും മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരെ പച്ചക്ക് തെറി വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ കണ്ടതിൽ ഭൂരിപക്ഷവും എന്ന് പറഞ്ഞാൽ വ്യക്തമായ അക്കൗണ്ടുകളൊന്നുമല്ല. ഏതെങ്കിലും ഒരു ഫേക്ക് ജിമെയിലോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വന്ന് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ജെന്യൂനായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുക. കാരണം ഈ ചീത്ത വിളിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക, അവർ യാതൊരുവിധ കൂസലും ഇല്ലാതെ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഏത് വീഡിയോനെ കുറിച്ചാണ് നമ്മൾ പരാമർശിക്കുന്നത് ആ വീഡിയോയിൽ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള കുറ്റം ചെയ്തവൻ തന്നെയായിരിക്കും മെയിനായിട്ട് വന്ന് ചീത്ത വിളിക്കുന്നുണ്ടാവുക. ഇത് നമ്മുടെ ഫുട്പാത്ത് റോഡാണ് കേട്ടോ. ഫുട്പാത്താണ് മെയിനായിട്ട്. ഇതാ ഇവിടെയും ഉണ്ട്, ഒരുപാട് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് സൈഡിലൊക്കെ ആയിട്ട്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം വാഹനം എടുക്കുമ്പോൾ. കാരണം എങ്ങിട്ടാന്ന് പെട്ടെന്ന് കയറുക എന്ന് പറയാൻ പറ്റില്ല. ഇവന്മാർക്ക് ഒരു ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിലവാരം നോക്കാണ്ട് റൈറ്റിലോട്ട് കയറും. അപ്പോൾ അത് നമ്മളും കൂടെ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അവിടെ ഒരു വലിയ രീതിക്കുള്ളൊരു എന്താ പറയുക ഒരു അടി തന്നെ അവിടെ നടക്കും. വാഹനം ഇടിക്കുന്നത് വേറെ, പിന്നെ ആൾക്കാർ തമ്മിലുണ്ടാകുന്ന ഇടി വേറെ. ഇപ്പം ന്യായമൊന്നും നോക്കൂല ആൾക്കാർ. ഇപ്പം ന്യായം നോക്കാത്തൊരു സിറ്റുവേഷനാണ്. ഏതവനാണ് കുറച്ച് ശക്തനാണെന്ന് നോക്കും ആദ്യം. കൈക്കരുത്തുള്ളവൻ ഏതവനാണ് അവൻ്റെ കൂടെ നിൽക്കും ആൾക്കാർ. ബാക്കിയുള്ള ആൾക്കാർ മറ്റവനെ കുറ്റം പറയും. ദുർബലന് നേരെ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ നാട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്. അത് മൊത്തമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിൽ ഇനിയിപ്പോൾ ഏതവൻ കുറ്റം പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും പ്രതീക്ഷിച്ചല്ല. നമുക്കിപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വർണ്ണ മെഡലോ അല്ലെങ്കിൽ സ്വർണ്ണ കപ്പോ ഒരു തേങ്ങാ പുണ്ണാക്കും നമുക്ക് കിട്ടാനില്ല. നമ്മൾ ദിനംതോറും അധ്വാനിക്കുന്നുണ്ട്, മാന്യമായ രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ വരുമാനം കണ്ടെത്തുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിലൊന്നും ഒരാളെയും പേടിക്കാനുമില്ല. നമുക്കിതിൻ്റെ അകത്തുനിന്നുള്ള വരുമാനമൊന്നും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുമില്ല. നമ്മൾ അതിനുള്ള പക്വതയും അല്ലെങ്കിൽ അതിനുള്ള അവർ പറഞ്ഞ ക്രൈറ്റീരിയയും കാര്യങ്ങളൊന്നും മെറ്റായിട്ടുമില്ല. ഞാൻ വളരെ ചുരുക്കമായിട്ടുള്ളൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തന്നെ. ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഇവിടെ മൃഗാശുപത്രിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഇത് കണ്ടോ നിങ്ങൾ, കണ്ടില്ലേ? ഇതൊക്കെയാണ് പ്രശ്നം. എങ്ങനെ നമ്മൾ പറയാതിരിക്കും? നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ ഞാൻ 1-2 സംഭവങ്ങൾ ഞാൻ കാണിച്ചു തന്നു. എക്സാമ്പിൾ നമ്മൾ സഡൻ ബ്രേക്ക് ചവിട്ടേണ്ട പല സിറ്റുവേഷൻസും നമ്മൾ കണ്ടു. തിരക്കാണ്, എല്ലാവർക്കും തിരക്കാണ്. അതായത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളൊരു കാര്യക്ഷമതയൊന്നുമില്ല. തിരക്ക് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ കണ്ട ആൾക്കാർ കടക്കുന്നുണ്ട്. ഇതും കൂടെ നമ്മൾ നോക്കണം. ഇവിടെ ഒരുത്തം നിർത്തി കണ്ടോ, യാതൊരുവിധ ഒന്നുമില്ല, ഒരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ചവിട്ടി അങ്ങോട്ട് നിർത്തി. അവൻ്റെ അമ്മായിയുടെ റോഡാണല്ലോ ഇത്, കംപ്ലീറ്റ്ലി അവൻ്റെ അമ്മായിയുടെ റോഡാണ്. അതുകൊണ്ട് പിന്നെ അവൻ എങ്ങനെ നിർത്താം, കുഴപ്പമൊന്നുമില്ല.
നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മനസ്സുകൊണ്ട് നമ്മളെ ദേഷ്യം പിടിപ്പിച്ചു പോകും ഗൈസ് ഇതുപോലുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. നമ്മൾ വേറെ വലിയതൊക്കെ പറയണ്ട, പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഒതുക്കുന്നതാ കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം കൂടുതൽ പറയാൻ നിന്നാൽ നമ്മുടെ വായി വരെ വടക്കായി പോകും, വായ നാറിപ്പോവും. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇവരൊന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. ദൈവനെ ഇപ്പം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇയാൾക്ക് മാത്രമേ അറിയുള്ളൂ. എന്താണെന്നറിയില്ല, അവിടെ നിർത്തിയിട്ടുണ്ട്. എപ്പോഴാണ് റൈറ്റ് കയറുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുറ്റം പറയരുത് എന്ന് ഒരുപാട് ആൾക്കാർ പറയും. കുറ്റം പറയാൻ നീ ആരാ, കുറ്റം പറയാൻ നീ ആരാ. കുറ്റമല്ല, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. എന്നാലും കുറ്റം പറയുന്നതാണ് പറയുക. ഈ ഒരു റോട്ടിലും നമ്മൾ വളരെ അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ AKG ഹോസ്പിറ്റലിൻ്റെ പരിസരമാണ്. ഇവിടെ AI ക്യാമറയും കൂടെ ഉള്ളതാണ്. എല്ലാം കണ്ടുകൊണ്ട് മേലെ ഒരാളുണ്ടെന്ന് പറയുന്നില്ലേ ക്യാമറ, അതുപോലെ തന്നെ ഇവിടെ ക്യാമറ ഉണ്ടായിട്ട് പോലും ഇവിടെ സത്യത്തിൽ പറഞ്ഞാൽ നിയമലംഘനത്തിന് യാതൊരുവിധ കുറവുമില്ല. എല്ലാം കണ്ടിതാ മേലെ ഇരിക്കുന്ന അവനെ അവിടെ സത്യം പറഞ്ഞാൽ വെറുതെ ഫിറ്റ് ചെയ്ത പോലെ ഒരു അവസ്ഥയാണ് ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നത്. കാരണം ഇത് ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള നിയമമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഹെൽമെറ്റ് ഇല്ലാണ്ട് വരെ കയറി പോകുന്നത് ഞാൻ എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഫാമിലി ആണെങ്കിൽ 2 ആൾക്കാർ ഹെൽമെറ്റ് ഉപയോഗിക്കണം എന്നുള്ള നിയമം പോലും പാലിക്കുന്നില്ല. ഇപ്പോൾ ത്രിബിൾസൊക്കെ വളരെ കൂളായിട്ട് പോകുന്നുണ്ട് ആൾക്കാർ. അവർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ രീതിയിലുള്ള ധാരണയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊരിക്കലും പോലീസിനെയോ RTOനെയോ കാണുമ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ട് നമ്മളൊരിക്കലും ഇതുപോലുള്ള കവചങ്ങൾ നമ്മൾ ഉപയോഗിക്കണ്ട. നമുക്ക് സേഫ്റ്റിക്ക് വേണമെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ നിങ്ങളൊരു സ്ഥലത്ത് വീണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കാതിരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള കാര്യം. പല ആൾക്കാർക്കും അറിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ സേഫ്റ്റി. ഇപ്പോൾ സീറ്റ് ബെൽറ്റൊക്കെ ആൾക്കാർ പറയുന്നത് പോലീസ് ഇല്ലാത്ത റോട്ടിൽ ഇവിടെ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പല ആളും പറയുന്നത്. എന്തിനാണ് നിങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്താനാണോ സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ ഹെൽമെറ്റും ഇടുന്നത്? നിങ്ങളുടെ സേഫ്റ്റിക്കല്ലേ, അങ്ങനെ മനസ്സിലാക്കി കൊണ്ടിട്. അല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട, നിങ്ങൾ വാഹനം ഓടിക്കണ്ട. അതാണ് അതിൻ്റെ മലയാളം. വാഹനം വീട്ടിൽ വെച്ചേക്കുക. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ. പോസിറ്റീവായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് എന്താണ് മാന്യമായിട്ട് പറയാനുള്ളത് അത് പറഞ്ഞാൽ ഞാനും കേൾക്കാം. നിങ്ങൾക്ക് ഉപദേശം ഇപ്പോൾ അറിവ് എല്ലാവർക്കും ഉണ്ടാവില്ല, അത് പകർന്നു തരാം കേട്ടോ.